ഡെറാഡൂണിലെ സൈനിക പരിശീലനത്തിനിടെ മരിച്ച ഹവിൽദാർ ബാലു എസിന്റെ പൊതുദർശനം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. സലീം മാലിക് അവിടെ നിന്ന് ചേരുന്നു. സലീം, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് എത്തിച്ചേരുന്നത്? എത്ര സമയമുണ്ടാവും പൊതുദർശനം? ക്രിസ്റ്റീന, ഇപ്പോൾ ഈ മൃതദേഹം ഇവിടെ പാപ്പനംകോട്ട വീട്ടിലാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. വാടക വീടാണ്. ഇതിന് തൊട്ട് സമീപത്ത് തന്നെ ഈ ബാലു വർഷങ്ങളുടെ പ്രയത്നത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീട് നിർമ്മിക്കുകയാണ്. അവിടേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകണമെന്നൊരു ആലോചന നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ലാത്തതിനാൽ അത് ഇപ്പോഴും ആലോചനയിൽ തന്നെ തുടരുകയാണ്. എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടിയാണ് മൃതദേഹം ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരുന്നു ആ മൃതദേഹം കേരള സർക്കാർ ഏറ്റുവാങ്ങിയത്. പിന്നാലെ ഇപ്പോൾ ഇവിടെ പൊതുദർശനത്തിൽ എത്തിച്ചപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ നാട്ടുകാർ ഒന്നാകെ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് 8:30 ഈ വീട്ടിലേക്ക് ഈ മൃതദേഹം എത്തിച്ചത്. അതിന് പിന്നാലെ 12 മണി വരെ 11:30 വരെ ഇവിടെ പൊതുദർശനം. അതിനുശേഷം 12 മണിയോടുകൂടി ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ വെച്ച് പൂർണ്ണമായ ഔദ്യോഗിക സൈനിക ബഹുമതികളോടുകൂടി സംസ്കാരം നടക്കും. ശനിയാഴ്ചയായിരുന്നു മിലിറ്ററി അക്കാദമിയിലെ സ്വിമ്മിംഗ് പൂളിൽ വെച്ച ബാലു എസിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പരിശീലനത്തിനിടെ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് സൂചന. അതിൽ പൂർണ്ണമായ ഔദ്യോഗിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ വന്നതിന് ശേഷം മാത്രമേ മരണകാരണം പൂർണ്ണമായും വ്യക്തമാകൂ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായാണ് ഇപ്പോൾ ബാലുവിൻ്റെ കുടുംബം കാത്തിരിക്കുന്നത്. ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ പാസ്സായി ലഫ്റ്റനന്റ് പദവിക്കുള്ള പരിശീലനത്തിനിടെയായിരുന്നു ഹവിൽദാർ ബാലു ഇവിടേക്ക് ഈ സൈനിക പരിശീലനത്തിനായി ഡെറാഡൂണിലേക്ക് എത്തിയത്. 2 കുട്ടികളുണ്ട്. വലിയ വൈകാരികമായ കാഴ്ചകളാണ് ഇവിടെ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു നാട് ഒന്നാകെ തേങ്ങുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. ആളുകൾ ഇവിടേക്ക് ഇങ്ങനെ ആ സമയം മുതൽ കൊണ്ടുവച്ച സമയം മുതൽ തന്നെ ആളുകളും ഇവിടേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഉൾപ്പെടെ ഈ മരണാനന്തര ബഹുമതികൾ നൽകുന്നുണ്ട്. ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്ന് പങ്കാളിത്തവും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. ക്രിസ്റ്റീന, ശരി. സലീം മാലിക്കാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.